ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ കയ്യാലത്തെ മുറിവ് മാറി ഇപ്പൊ ഈ കയ്യിലോട്ടായിട്ടുണ്ട് കേട്ടോ. ഓരോ ദിവസവും ഓരോ കുഞ്ഞി കുഞ്ഞി പരിക്കുകളും മുറിവുകളും ഒക്കെ. കത്തി ഇതൊക്കെ സൂക്ഷിക്കാത്തതോ ആണോ കുഴപ്പം കൊണ്ടാണ്. കുഴപ്പമില്ല. ഞാനുണ്ടല്ലോ കുറേ ദിവസമായി പുറത്തോട്ടൊക്കെ ഒന്ന് പോകട്ടെ. ഈ വീടിനകത്തെ പരിപാടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനോ ഇന്ന് സ്കൂട്ടി എടുത്തോണ്ട് ഓരോ ഒറ്റ കറക്കം കറങ്ങിയേക്കുന്നത് നേരെ പരപ്പേ ചെല്ലുക, നമ്മുടെ മാതാവിൻ്റെ ഒക്കെ അവിടെ ചെല്ലുക. എന്നിട്ട് നേരെ മുണ്ടക്കയത്തിട്ട് പോടോ അതോ നേരെ കട്ടപ്പനയ്ക്ക് പോടോ എന്ന് അവിടെ ചെന്നിട്ട് ആലോചിക്കാന്ന് വിചാരിച്ചു. ചെയ്തില്ലെങ്കിലും ഒക്കെ ഒന്ന് പോയി കറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. ഈ പരിക്കത്ത് തന്നെ കുത്തിപ്പിടിച്ചിരിക്കല്ലേ. നിങ്ങൾക്കും അങ്ങനത്തെ വീഡിയോസൊക്കെ അല്ലേ. പിന്നെ ഇപ്പം വീടും പരിസരവും തൂത്തുവാരലും തുടയും പരിപാടിയും കഴിഞ്ഞിട്ട് മടുത്ത് നിങ്ങളല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഒരു കറക്കം കറങ്ങിയേക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഫുള്ള് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ച് അടിച്ചു പൊളിക്കാം. ചേട്ടായിനെ കിട്ടിയിട്ട് ഒരു കാര്യം നടക്കില്ല. ചേട്ടായിനെ കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്കൂട്ടിയൊക്കെ വാങ്ങിയതിന് മുമ്പ് ഡ്രൈവിംഗ് പഠിച്ചു വന്നപ്പോഴേ ചേട്ടായി വണ്ടിയൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേ പോകണം കേട്ടോ, ഇതിലേ പോകണം കേട്ടോ. ഒരു രക്ഷയില്ല. വെറുതെ ലൈസൻസും എടുത്തു, ഒരു പ്രയോജനവും ഇല്ല. വണ്ടി കൊണ്ടുപോകുന്നതും ഇല്ല. വണ്ടി ഓടിച്ചിട്ട് ആയിക്കോട്ടെ കറങ്ങാൻ പോകുന്ന വെച്ചാൽ അതും വരുന്നില്ല. അപ്പൊ ഇനി ഞാൻ തീരുമാനിച്ചു നമ്മൾ പോകാം അല്ലേ. അപ്പോൾ പോയേക്കാന്ന് വിചാരിച്ചു. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം എന്നാണെന്നൊക്കെ ഉള്ളത് വഴിയേ പറയാം. അപ്പം പോകാം അല്ലേ. പോയി ഒന്ന് അടിച്ചു പൊളിച്ച് കറങ്ങിയിട്ടൊക്കെ വരാം. ഇന്ന് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച്. ഇന്നലെ എന്നെ ദുബായിൽ നിന്നൊരു മോള് വിളിച്ചേ, സിന്ധുമേ തുടരും എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണണം കേട്ടോ. ആരെയും ഒരാളെയും കൂട്ടി, അല്ലെങ്കിൽ ആരെയും ഒരാളെന്ന് വെച്ചാൽ വേറെ ആരെയും അല്ല, സുഖസമ ചേച്ചിയോ അല്ല സന്തോഷിൻ്റെ ഒക്കെ കൂടിയോ അങ്ങനെ ആരെയും കൂടെ പോയി ആ വീഡിയോ കാണണം കേട്ടോ. നല്ലതാണ്. ചേട്ടായി വരികയെന്ന് നമുക്കറിയാം. എപ്പോഴും പറയുവേ ഓരോ സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ സിന്ധുമേ അത് പോയി കാണും ഇത് പോയി കാണുന്നത്. എടി ചേട്ടായി വരികയല്ലടി കൊച്ചേന്ന് പറയുന്ന, അതുകൊണ്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ. ഒന്നേ സന്തോഷ് മാമൻ്റെ കൂടെയോ അല്ലെങ്കിൽ സൂസമ്മ ചേച്ചിയും കൂടെയോ എങ്ങനെയും പോയി കാണും കേട്ടോ. നല്ല സിനിമയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം ഇനിയിപ്പോൾ ചിലപ്പോൾ തൊഴിലുറപ്പ് ഈ ആഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 10-12 ദിവസത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റിയല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി കാണാം അല്ലേ. കട്ടപ്പന വന്നോന്ന് അറിയത്തില്ല ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരിക്കുന്ന വിശേഷങ്ങൾ. അപ്പം ഞാൻ പോയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വണ്ടി എടുത്തിട്ട് കേട്ടോ. കുട്ടപ്പനെ എടുത്തിട്ട് കുറേ ദിവസമായി. ചിലപ്പോൾ പൂച്ചയൊക്കെ കയറിയിരിക്കുന്നത് അതാ ഒരു പ്രശ്നം. കണ്ടോ പൂച്ച കയറി കുളമാക്കി വെച്ചേക്കുക. എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല ഈ പൂച്ചനെ കണ്ടോ. ഞാനൊരു തുള്ളി പൊടി വരിക്കല. അതാണ് ഏത് പൂച്ച നടത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഇതേപോലെ കൊണ്ടായിരുന്നു. ഞാൻ അന്നെല്ലാം തട്ടിക്കുളഞ്ഞ് തുടച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ തുടച്ചു കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ മാന്തി വെച്ച് കൊതുകൊണ്ട് ഒരു രക്ഷയില്ല. ഈ ഓരോരുത്തർ വളർത്തും മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ഒരു രക്ഷയില്ലെന്നുള്ളതാണ്. അവനെ വളർത്തുന്നതിനെ അവനെ പീസ് പിടിക്കേണ്ടത്. ഇത് കണ്ടോ പട്ടി ചവിട്ടി കയറിയേക്കുന്നേ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയിലുണ്ടോ. മൊത്തം അതാ ചവിട്ടിയേലും എല്ലാതെ ഇത് കണ്ടോ. പട്ടിപ്പൂടെ ഈ ചവിട്ടിയാൽ മൊത്തം അയ്യോ വന്ന് കയറി കിടന്നതെങ്ങാണ്ടാന്ന് തോന്നും. ഇത് കണ്ടോ മൊത്തം അതേ. നീ മറ്റുള്ളവർക്ക് പാരയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹമൊന്നും പറയണ്ട. അങ്ങനെ നമ്മൾ കട്ടപ്പനയ്ക്ക് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കട്ടപ്പന റൂട്ട്, കട്ടപ്പന വരെ പോകണമെന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനമൊക്കെ അതിന് മുമ്പായിട്ട് കിട്ടിയെങ്കിൽ ഓക്കെ എന്ന് വെച്ചു. അപ്പോൾ മേരികളം വന്നപ്പം നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന സ്ഥലം കണ്ടു. സ്റ്റിക്കർ അടിക്കുന്ന കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നു സ്റ്റിക്കറൊക്കെ അടിച്ചു. ഇതേ നമ്മുടെ ഡിയോക്കൂട്ടൻ അവിടെ ഇരിക്കുന്നത് കണ്ടോ. ഡിയോക്കൂട്ടൻ അത് നമ്മുടേതല്ല കേട്ടോ, കവറിട്ട് മൂടി വെച്ചിരിക്കുന്നത്. ബസ്സിൻ്റെ പുറകെ ഡിയോക്കൂട്ടൻ ഇരിപ്പുണ്ട് വനിതാ കടയുടെ ഫ്രണ്ടിൽ കണ്ടോ. അപ്പം ഇതാണ് മേരികുളം കേട്ടോ. എപ്പോഴും ഞാൻ മിക്കവാറും തന്നെ മേരികുളത്ത് വരാറുള്ളതാണ് ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് കേട്ടോ. വന്ന് കറങ്ങി ഇതാണ്ട് ഇവിടെ വരെ വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു ഇതൊക്കെ കണ്ടിട്ട് തന്നെ പ്രേതമാണോ ഇത്? എന്നോ അതൊന്നും എനിക്ക് കണ്ടറിയത്തില്ലത്. നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നാട്ടിലൊക്കെ പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരെയും അമ്മേനെ അച്ഛനെ കണ്ടിട്ട് തിരിച്ചു വന്നാന്ന് തോന്നുന്നു അല്ലേ. എന്നാണോ ഞാൻ മഴയ്ക്കാതെ പറയുന്നുണ്ട്, എല്ലാം മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ ഇത് പുതിയ മെഷീനൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പരീക്ഷയിലേക്കാണെങ്കിൽ കാശ് വേണം. ഇടയ്ക്ക് വരാം. ഇപ്പം ത്രെഡ് ചെയ്യാൻ വന്നു കേട്ടോ. പൂരത്തി ഇവിടെ ഒളിച്ച് ഇവിടെ അവിടെ കഴിക്കട്ടെ. തുത്തുവാനും ഉണക്കുന്നേ കോഴിവാനും വെച്ച് എന്താ കാണിക്കട്ടെ കടറിക്കൊണ്ട് അവിടെ അഴിച്ചിട്ട് കേട്ടോ. മൊത്തം കിട്ടേ വലിയ ഷോ കാണിക്കാൻ പറ്റും. അങ്ങനെ അല്ല ഇത് ഒരുത്തം വന്നിട്ട് പറയാ ഹിന്ദി സംസാരിക്കുക അങ്ങനെ തന്നാ പാർലറില്ലാഞ്ഞിട്ടാണോ അവിടെ. ശരിക്കും ഇപ്പം എന്നാ പറഞ്ഞാലും ഇവിടെ വന്നപ്പോൾ ഒരു സന്തോഷമായി. തൃപ്തി. നീ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് വരാം കാലിലേത്. ഓക്കെ എന്നാ പോവാം. സ്പാ ചെയ്യുന്ന
മേടിച്ചു. അപ്പം എന്നാലും ഞങ്ങളുടെ കൊച്ചു വന്നിട്ട് പുരോഗമനേ ഉള്ളൂ എന്താ ചെയ്യുന്നത്. അപ്പം ദേ എല്ലാ സാധനവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് കാണുമ്പോൾ സന്തോഷം. കാരണം നമ്മുടെ ഉപ്പുകാരെ തന്നെ കുഞ്ഞിതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ കിട്ടി കടകളിലൊന്നും കയറിയില്ല. അതെ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ടുണ്ടാക്കി കൊഞ്ചിപ്പുണ്ട്. കൊഞ്ചിന് എത്ര രൂപയാ? 200. ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈരാറ്റുവേട്ടയാണ്. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ചട്ടി, തൂമ്പ, വാക്കത്തി ഒക്കെ ഉണ്ട്. ഞാൻ തേണ്ട ഒരു വാക്കത്തി മേടിച്ചു. ചേട്ടനെ വഴക്കുറവൊന്നും എനിക്കറിയത്തില്ല, എന്നാലും മേടിച്ചു. ഒരു വാക്കത്തി, ഒരു കുഞ്ഞു തൂമ്പ മതി പറഞ്ഞ ഈ ചെറുപ്പിക്കാരനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചേട്ടൻ. താഴെ എല്ലായിടത്തും പോയി ഇങ്ങനെ കയറി ഇറങ്ങി വരുമ്പം നമ്മളെ അന്വേഷിച്ച് നമ്മുടെ വീടുകളിൽ കൂടെ വരുമ്പോൾ നമ്മൾ മേടിക്കണമല്ലോ. അപ്പോൾ ചേട്ടൻ്റെ ഫോൺ മേടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. വീഡിയോയ്ക്ക് അതങ്ങോട്ട് തിളക്ക് അല്ലേ. അപ്പം നമ്മുടെ വീട് അന്വേഷിച്ച് വരുന്നവരൊക്കെ നമുക്കൊരു കൂടപ്പുറപ്പുകൾ മാതിരി. അതാണ് അല്ല, വരുമാന മാർഗം ജീവിക്കാൻ വേണ്ടല്ലേ. അതുകൊണ്ടാണ് ഇപ്പം എടുത്തത്. അല്ല എടുക്കലായിരുന്നു. വരും. അപ്പം ചേട്ടന് സന്തോഷം, നമുക്ക് സന്തോഷം. അപ്പം നീ ചേട്ടായി എന്നാ പറയുന്നിടത്തില്ല, മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് മടൽ വെട്ടാനായിട്ടുണ്ടല്ലോ, കുഞ്ഞുവാക്കത്തിയില്ല, ഭയങ്കര കനമാണ്. അപ്പം ഞാൻ പോയിട്ടൊക്കെ തിരിച്ചു വന്നു കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 മണിക്കൂറാണ് വെയിറ്റ് ചെയ്ത് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നാ പറയുന്നത്, ത്രെഡ് ചെയ്തു. ഒരു കടയിലും കയറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ട് പോയതാണ്. ഒരു കടയിലും കയറിയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ആ പൈസ വെച്ച് വല്ല മീനും മേടിച്ചു നമുക്ക് 2 ദിവസം കൂട്ടാമല്ലോ എന്ന് ഓർത്തോട്ട് ഞാൻ, അല്ലെങ്കിൽ ചേട്ടായും പിള്ളേരില്ല, ഞാൻ കടയിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് സ്റ്റിക്കർ അടി. എന്നതാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, ഒരു ത്വരയുണ്ടല്ലോ, ആ ത്വര കയറിയിരിക്കുകയാണ്. അപ്പം ഇതൊരു ആവശ്യമുണ്ട്. അപ്പം എൻ്റെ വണ്ടി നിൽക്കുന്ന കണ്ട ഉടനെ കയറി വന്നതാണ് കേട്ടോ. ഡാൻസ് കളിക്കാനായിട്ട് വന്നതാണ്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഇച്ചിരി കഴിയട്ടെ. ഡാൻസ് പുറത്തുനിന്ന് കഴിക്കണ്ടായിരുന്നു തോന്നുന്നു. അതിന് തന്നെ കയറണ്ടേ, അതെനിക്ക് മടിയായി. അപ്പം ഇത് സ്റ്റിക്കർ അടിക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് കേട്ടോ. അപ്പോൾ സ്റ്റിക്കറൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് രാവിലെ ഞാൻ എനിക്ക് കുറച്ച് സമയം കുറച്ച് ചെമ്പരത്തിയൊക്കെ പറിച്ചു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇന്ന് ചേട്ടായി പോയത് പറയാം. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പറിക്കണമെന്ന് ഓർത്തൊരു 11:30 12 ആകുമ്പോൾ തിരിച്ചു വരാമെന്ന് ഓർത്ത് പോയതാണ്. പക്ഷെ സമയം 2:30 ആയി കേട്ടോ. വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. ശരിക്കും മടുക്കുകയും ചെയ്തു. അപ്പോൾ ഏതായാലും പോയ കാര്യങ്ങളല്ലേ. അപ്പം രാവിലെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ വെള്ളം പോലും കുടിച്ചിട്ടില്ല. സാധാരണ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ കുറേ വെള്ളം കുടിക്കും. പക്ഷെ ഇന്ന് വെള്ളം കുടിയൊക്കെ മുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ വയറിനകത്തൊക്കെ പ്രശ്നവും വേദനയൊക്കെ വരും. അതുകൊണ്ട് വന്നതേ ഒരു കപ്പ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. ഇനി എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് മഴയ്ക്കുള്ള മൂടനെ നല്ല 2 മൂടി നിൽപ്പുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ആ വഴി സൈഡിലോട്ട് പോയി കുറച്ച് ചെമ്പരത്തിയിലും കൂടെ പറിച്ചുകൊണ്ട് വരണം. അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ കൂടിൻ്റെ കവറ് ഇത് പാക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വേണമല്ലോ. അപ്പം കവറിൻ്റെ ഇത് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തേ മറ്റേ ഈ കോയിൻ പേപ്പർ മാതിരിയുള്ള കോയിൽ പേപ്പറോ അങ്ങനെയുള്ള ആ സ്റ്റീലിൻ്റെ മരിയില്ലേ, അങ്ങനത്തേത് ചോദിച്ചപ്പോൾ അത് 2 കിലോയും 1 കിലോയും 2 കിലോയൊക്കെ പുതിയ പാക്കറ്റേ ഉള്ളൂ. അല്ലാതെ 100 ഗ്രാമിൻ്റെ 200 ഗ്രാമിൻ്റെ ഒന്നുമില്ല. ഇപ്പം ഞാൻ മനസ്സിൽ കരുതിയത് 100 ഗ്രാമും 200 ഗ്രാമും അങ്ങനെ ഇറക്കാമെന്നല്ലേ. അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞത്. അപ്പം സാധാ പ്ലാസ്റ്റിക് കവർ അതിന് വേണ്ടി മേടിക്കാമെന്ന് കരുതിയത്. പിന്നെ പോയ വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ നോക്കി വേറെ ഒരു 2-3 കടയിൽ പോയി നോക്കി കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും അത് കണ്ടില്ല. അപ്പോൾ ചേട്ടായിയോട് വൈകിട്ട് വരുമ്പം 200 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും കൂടെ ഒന്ന് കവർ മേടിച്ചുകൊണ്ട് വരാൻ പറയാം. ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കി വന്നിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി ചോദിച്ചു ഇത് അയക്കുന്നതിന് എത്ര രൂപയാവുമെന്ന്. അതുകൊണ്ട് തന്നെ കൊറിയറിലും പോയി ചോദിച്ചു. വലിയൊരു ലാഭമൊന്നും ഇട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അമ്മ പറഞ്ഞേക്കുന്ന ഒരു റേറ്റ് എന്നോട് പറഞ്ഞേക്കുന്നത് അമ്മ ഇത്ര രൂപ സാധാരണ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ഒരു വിലയുടെ അനുസരിച്ച് കേട്ടോ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു തന്നാലും അമ്മുവാണ് കേട്ടോ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അമ്മ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നത്. സത്യത്തിൽ ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു ഇതായിട്ടില്ല. പക്ഷെ അവൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ. ഇപ്പം ഇത്രയും സാധനത്തിന് തന്നെ 500 രൂപയായി കേട്ടോ. ഇത്ര സാധനത്തിന് തന്നെ. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവർ പാക്ക് ചെയ്യാനുള്ളത് മേടിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതിഞ്ഞ് വിടാനായിട്ടുള്ള സെല്ലോ ടൈപ്പോ സാധനങ്ങളോ അങ്ങനെയൊക്കെ മേടിക്കേണ്ടി വരുമായിരിക്കും. എന്തായാലും 1-ാം തീയതി മുതൽ നമ്മളിത് നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെയൊക്കെ കൈകളിലോട്ട് വേണ്ടവരുടെ കൈകളിലോട്ട് എത്തിച്ചു തരാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അമ്മൂൻ്റെ ഹെയർ ഓയിൽ എടുക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അത് തന്നെയല്ല, ചെമ്പരത്താളിക്ക് ഒരു പ്രത്യേക ഒരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പു ഇട്ടിട്ട് നമ്മൾ പിന്നെ കണ്ടീഷണറോടൊക്കെ ഉപയോഗിക്കല്ലേ, അങ്ങനെ ഒന്നും വേണ്ട. ചെമ്പരത്താളി കണ്ടീഷണറും കൂടെ പകരം തിളങ്ങി കിടക്കും. പണ്ടൊക്കെ ഞങ്ങൾ ആറ്റി പോകുമ്പോഴല്ലോ ഇത് കുറച്ചുകൂടെ ഒരു കല്ലയിലിട്ട് പതപ്പിച്ച് തേക്കും. നല്ല സുഖം, ഉറങ്ങാനും നല്ല സുഖമാണ്, പിന്നെ തലമുടി കിടക്കാനും നല്ല സ്റ്റൈലായിട്ട് കിടക്കും. സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം എല്ലാവർക്കും വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അമ്മൂൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണ് കൊടുത്തേക്കുന്നത്, അമ്മൂൻ്റെ ഹെയർ ഓയിലിൻ്റെ രീതി തന്നെയാണ്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക, വേണ്ടവരൊക്കെ പറയുക. അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, പൊടിയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. ഞാനേ നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ചെമ്പരത്തി താളി പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇല. ഉണങ്ങിയ ഇലയും പൂവും മുട്ടുമാണ് ഉണങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതുണ്ടോ, ഇടയ്ക്കൂടെയൊക്കെ നമുക്ക് ഉണങ്ങിക്കഴിയുമ്പം പൂവും മുട്ടും ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവനെ ഞാൻ പൊടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ മാസ്ക് ഇട്ടേക്കുവാണേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സൗണ്ട് ചെയ്യുന്നത് കാണും കേട്ടോ. മാസ്ക് വെച്ചേക്കും, എനിക്ക് ശ്വാസം മുട്ടലുള്ളതുകൊണ്ടേ. അപ്പോൾ ഞാൻ ഇത്ര നേരം പുറത്തൊക്കെ ഇട്ട് ഉണക്കിയേക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരാഴ്ചക്ക് മുകളിലായി കേട്ടോ ഉണക്കാൻ തുടങ്ങിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഉച്ച കഴിയുമ്പോൾ മഴയായതുകൊണ്ടേ പിന്നെ ഞാൻ മണ്ടേ കൊണ്ടിടും അങ്ങനെ. പിന്നെ ഇന്ന് നന്നായിട്ട് രാവിലെ മുതൽ വെയിൽ ഉള്ളിച്ച് ഉണക്കി. ഇപ്പം നമ്മുടെ സിറ്റൂട്ടി നല്ല വെയിലുണ്ട്. അപ്പം ഞാനോർത്ത് ചൂടോടെ പൊടിക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇട്ടേക്കണേ. എന്നിട്ട് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് മിക്സിയുടെ ജാറിനകത്ത് പൊടിക്കും. ഇത് ഇന്നിപ്പോൾ പൊടിച്ചത് ഇതാണേ. ഇതൊരു 1/4 കിലോ ആയി കാണും കേട്ടോ. എന്തേരം പൊടിച്ചാൽ ആ 1 കിലോ കിട്ടുന്നതെന്നറിയോ? നല്ല കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടലുള്ളവർക്ക് ഇച്ചിരി പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിക്ക് ചെറുതായിട്ട് വിമ്മിഷ്ടമുണ്ട്, എന്നാലും ഞാൻ മാസ്കൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ എന്നാ ഇതെന്ന് ചോദിച്ചാൽ ഇവനെ ഇങ്ങനെ ഇങ്ങോട്ട് കൈയും കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കുവേ. എന്നിട്ട് ഇതിനകത്തെ കമ്പ്, അതിൻ്റെ ചെറിയ തണ്ടുകളുണ്ടല്ലോ, ഇതൊക്കെ കണ്ടോ എൻ്റെ കയ്യിൽ നിന്നേ. ഞാനവിടെ വിറക് വെട്ടിപ്പിച്ചിരി തൊലി പോയതാണ് കേട്ടോ. തഴമ്പ് കൂട്ടിയതാണ്. അന്നേരം എനിക്ക് ഇച്ചിരി വേദന എടുത്തിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചോണേ. എന്നിട്ട് അവൻ്റെ ആ കമ്പെല്ലാം ഇതിനകത്ത് പിറക്കി മാറ്റും കേട്ടോ. ഇങ്ങനത്തെ ചെറിയ കമ്പുകൾ കൈ വെച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് പൊടിച്ചിതാക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പൊടിഞ്ഞു കിട്ടാൻ ഭയങ്കര പാടാണ് മിക്സിയുടെ കാരണത്ത്. പഴയ എൻ്റെ മിക്സി ആയിരുന്നെങ്കിൽ നല്ല ഇതുണ്ടായിരുന്നു. ഇതിന് അത്രയ്ക്ക് ഇതില്ല. ഇത് നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ, നമ്മൾ ഇങ്ങനെ പൊടിക്കുന്നൊന്നും പ്രതീക്ഷിച്ചതല്ലല്ലോ. എന്നിട്ട് ഇങ്ങനത്തെ കമ്പുകളെല്ലാം പിറക്കി ഇങ്ങോട്ട് മാറ്റും. എന്നിട്ട് കൈ വെച്ചതേ ഇങ്ങനെ ഒന്ന് ഞെരടും. ഈ തണ്ട് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പച്ച ഇങ്ങനെ അരച്ച് തേക്കുമ്പോൾ ആ തണ്ട് കൂടെ ചേർന്ന് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഉണങ്ങിയിട്ട് നമുക്ക് പൊടിച്ച് കിട്ടാൻ പാടാത്തില്ലല്ലോ. ഫൈൻ പൊടിയാണ് ഇത് നിങ്ങൾ ഒന്ന് കലക്കി തലയിൽ തേച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതിൽ കൂടുതൽ പൊടിഞ്ഞ് കിട്ടിയല്ല കേട്ടോ. ഇത് നമുക്ക് മില്ലിലൊന്നും കൊടുത്ത് പൊടിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഞാൻ എന്നാ എന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഈ ജാറിനകത്തോട്ട് ഇങ്ങനെ വാരി ഇടുവേ. ഇതൊന്ന് കൈവച്ച് ഞാൻ ഇച്ചിരി ചെറുതാക്കുവേ ഇങ്ങനെ. എന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ മിക്സിയുടെ ജാറിനകത്തോട്ട് വാരിയിട്ടിട്ട് ഈ വലിയ ജാറിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുവേ. അത് കഴിഞ്ഞ് ഞാൻ ഈ കുഞ്ഞു ജാറിനകത്തോട്ട് പൊടിക്കണം, അല്ലെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയല്ല. ഇപ്പോൾ കാണിക്കാമേ. തുറക്കുമ്പോഴത്തേനും ഇങ്ങനെ പൊടി പറന്നുകൊണ്ടിരിക്കും. പക്ഷേ ഉണ്ടല്ലോ ഇത് ഫൈൻ പൊടി ആകത്തില്ല. ഇത് കണ്ടോ ഇങ്ങനെ നടക്കും. പിന്നെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ പൊടിച്ചിട്ട് ഇതിനകത്തോട്ടിടും. നമ്മൾ ചെറിയ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കും. കറിക്കൊക്കെ അരയ്ക്കുന്ന ജാറില്ലേ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെമ്പരത്തി ഇല പിന്നെ പൊടിക്കുന്നത് വലിയ പാടൊന്നും അല്ലല്ലോ, ഇത് വലിയ കഷ്ടപ്പാട് പിടിച്ച പരിപാടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവർ കാണും. താളിപ്പൊടി ഏതൊരു പണിക്കും അതിൻ്റെതായ പാടുകളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇപ്പോൾ യൂട്യൂബ് വരുമാനം വളരെ കുറവാണ്. അത് തന്നെയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു 10 പൈസയുടെ വരുമാന മാർഗ്ഗം നമ്മൾ തന്നെ വീട്ടിലിരുന്ന് ഇങ്ങനെ സ്വയം തൊഴിൽ പോണക്ക് കണ്ടാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ഇനി ഇതിനകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരണ്ടേ. കണ്ടോ പൊടിച്ചെടുത്തത്? ഇതിപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ കണ്ടോ. എന്നിട്ട് കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് തട്ടും. കണ്ടോ ഇത്ര കിട്ടുന്ന നോക്കിയാൽ നിങ്ങൾ എന്തേലും ഉണ്ടെന്ന്. അതിന് ഒരു പാത്രം വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ശകലം. എന്തായാലും നമുക്ക് പൊടിക്കാം അല്ലേ. ഹോം മെയ്ഡ് ആകുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, അത് ഉറപ്പാണ് കേട്ടോ. തട്ടുക വട്ടത്തലയൊക്കെ തിളങ്ങുന്നുണ്ട്. എന്താ ചേട്ടാ ഇന്ന് സ്പെഷ്യൽ?
ഇന്ന് ഞാൻ ഈരാറ്റുപേട്ടയിൽ കൊണ്ടുവന്ന കേട്ടോ ഒരു ചേട്ടൻ കത്തി ഇരുമ്പീൻ ചെടി. പക്ഷേ ഇരുമ്പീൻ ചെടി ഉണ്ടായിരുന്നു, എനിക്കത് കണ്ടപ്പോൾ ഒരു തോന്നി. നമ്മളിവിടുത്തെ കത്തി ഭയങ്കര കനമാണ്, എനിക്ക് ഒന്നാതെ പറ്റത്തില്ല. ഇന്ന് സ്മിത വന്നിട്ട് ഇതെന്നാടി ഇവിടെ എല്ലാം നീര് വെച്ചിരിക്കുന്നതെന്ന് അവൾക്ക് പെട്ടെന്ന് കണ്ടത് മനസ്സിലായി. ഭയങ്കരമായിട്ട് നീര് വീർത്തിരിക്കുവാണല്ലോ. എനിക്കിവിടെ ഒന്നും തൊടത്തില്ല, ഭയങ്കരമായിട്ട് വേന. എന്നാ നീരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇനി നാളെ ആ മടൽ വിറകില്ലല്ലോ. സ്മിത പറഞ്ഞു അവിടെ ഒന്ന് വേണേൽ ഒരു 2-3 കെട്ട് തരാം. എങ്ങനെ കൊണ്ടൊരു ഇറക്കി വിറകില്ല, മഴയല്ലേ വരാൻ പോകുന്നേ. ഒന്നും പറയാനില്ലേ? കത്തിക്കുന്നില്ലേ എന്നായിരുന്നു. ഒരാഴ്ച കത്തിച്ചപ്പോഴും വിറക് കഴിഞ്ഞ്. മാക്കത്തിയും മേടിച്ചു, ഒരു കുഞ്ഞി തൂമ്പായും മേടിച്ചു. എന്തേലും ആവട്ടെ എന്ന് ചെയ്ത്. എന്നാന്നറിയാം, ചെടിക്കകത്തൊക്കെ ഇട്ട് കിള്ളാനായിട്ട് എനിക്ക് എപ്പോഴും ഈ കുഞ്ഞു തൂമ്പായ താഴെ ഉണ്ട് ചേച്ചിക്ക്. അത് ദ്രവിച്ച് തീരാറായെന്ന് എനിക്ക് തോന്നുന്നു. അത് കണ്ടപ്പം പോയി ഞാൻ ഓർത്തായിരുന്നു ഒരെണ്ണം മേടിക്കണമെന്ന്. അയാലും ഒരെണ്ണം മേടിച്ചു. പിന്നെ ഒരു കത്തിയും മേടിച്ചു. മാക്കത്തി ഇല്ലാതിരിക്കുമായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പം സംസാരിക്കാൻ പാടില്ലെന്നാണ് തോന്നുന്നത്. അതാ മിണ്ടാത്ത കേട്ടോ. അയ്യോ എൻ്റെ അമ്മോ, തൃപ്തിയായി. അല്പം കഴിച്ചാലും തൃപ്തിയായിട്ട് കഴിക്കണം. അത്രേ ഉള്ളു ചേട്ടാക്ക്. അത് നിർബന്ധ ബുദ്ധിയാ. ഒരു ശകലം മതി, ഒരു താരി മതി. പക്ഷെ അത് ഇഷ്ടമുള്ള സാധനമൊക്കെ ആയിരിക്കണം. കത്തിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേസ്. നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഇതെനിക്കൊരു ബാംഗ്ലൂരുള്ള ഒരു പൊന്നു മോൾ അയച്ചു തന്നതാണ് കേട്ടോ. ഇതുണ്ട്, ഒരു മഞ്ഞ ചെമ്പരത്തി ഉണ്ട്, പിന്നെ സൺഡേ മൺഡേ എന്ന് പറയുന്ന ചെടിയുണ്ട്, പേര, ചാമ്പ, അതൊക്കെ അവൾ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്നാണ്. ആ മൂക്ക പെട്ടെന്ന് സുഖമില്ലാണ്ടായിട്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രാർത്ഥന സഹായമൊക്കെ ചോദിച്ചിട്ടില്ലായിരുന്നോ? ആൻജിയോഗ്രാം ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അവളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു വിഷമമായി ഇതൊക്കെ കാണുമ്പോൾ. എനിക്കൊരു ഭയങ്കര ഒരു വിങ്ങൽ പോലെ മനസ്സിലേക്ക്. അതിൻ്റെ മുഖം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വരും. എല്ലാം ദൈവം കാണട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. അല്ലാതെ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുമോ അല്ലേ? അപ്പം തമ്പുരാനോടെ വയ്യാഴിയൊക്കെ പെട്ടെന്ന് മാറ്റി കൊടുക്കണം. ഈ ലക്കി ബാമ്പു ഇല്ലേ, എത്ര കമ്പ് വെച്ചിട്ടുണ്ടെന്ന് നോക്കി. അതിങ്ങോട്ട് വളഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്ടോ. അതിൻ്റെ വെയിറ്റ് കൊണ്ടായിരിക്കും. ഈ മഴക്കാലം ആകുമ്പോൾ മിക്കവാറും ഇത് ഒടിഞ്ഞു പോകും. പിന്നെ ഇത് എൻ്റെ ശോഭ ചേച്ചി തന്നിട്ടാണ്. ഇതെന്നാണെന്നറിയോ? ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം. അതിവിടെ കയറുന്നുണ്ട്. അതൊഴിഞ്ഞു പോയാലും നമുക്ക് ആ കമ്പയിൽ കയറ്റാലോ എന്ന് നോക്കി ഞാൻ ഇവിടെ ഇട്ടതാണ്. പിടിച്ചിട്ടുണ്ട്. അപ്പം മഴ മൂടൽ കാരണം ഇതിന് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ചെമ്പരത്തിക്ക് ഇടി മിന്നുന്നും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മഴയ്ക്ക് പെയ്തെങ്കിലോ വഴിയിലോട്ട് ഇച്ചിരി അപ്പുറത്തോട്ട് പോകണം. അപ്പം നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഇറങ്ങി ചെമ്പരത്തിയുടെ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ പെട്ടെന്ന്. ഇന്ന് അല്ലെങ്കിൽ കർണകാനും പോയാൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് നാളെ വീഡിയോ ഇല്ലെന്നാവും, അപ്ലോഡ് ആകത്തില്ല. ഐഫോണിലല്ലേ അപ്ലോഡ് ആകാൻ ഭയങ്കര താമസമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. ഈ കുഞ്ഞു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എന്നും ഇതൊക്കെ തന്നെയല്ലേ സിന്ധമ്മ കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്കുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂട്ടത്തിൽ ഈ പൂ കൂടെ പറിച്ചിടുന്നു. കൂട്ടത്തിൽ അവലോട്ടോട് അത് ഇടിച്ചു പിടിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.